ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും
ഒരു പാട്ടൂടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി. ശാലേം രാജ്യം വരുന്ന ഒരു ധ്വനികൾ എന്നുള്ള പാട്ട് പാടുമ്പോൾ നമ്മളെല്ലാവരും ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും നന്മകളെ ഓർത്ത്, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ എല്ലാ ടെൻഷനുകളും മാറ്റിവെച്ച് ഈ സമയത്ത് നമ്മൾ ചുരുക്കം പേരായിട്ട് ഇവിടെ ആയിരിക്കുമ്പം നമ്മുടെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താൻ, നമ്മുടെ എല്ലാ ടെൻഷനുകളും മാറ്റി ദൈവത്തെ മാത്രം വിചാരിച്ച് നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. Thank you.
പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ആ പാട്ടിനെ നമുക്ക് തന്നു ആത്മീയമായിട്ട് ഉണരുവാൻ തക്കോണം. രാവിലെ കർത്താവ് നമുക്ക് കൃപ ചെയ്യുന്നത് നമുക്ക് ദൈവത്തെ കൂടി സ്തോത്രം ചെയ്യപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ പേര് വിളിക്കുന്നവർ കടന്നു വരിക. ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആനി വർഗീസ് ഫ്രം അറ്റ്ലാന്റ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കുവാണ്. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കാരണവാനും വിശ്വസനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം ഞങ്ങൾ ഉറങ്ങി, പ്രഭാതത്തിൽ ഞങ്ങൾക്ക് എഴുന്നേൽക്കുവാൻ ദൈവം ഒരു ദിവസം കൂടെ, ഒരു പൽക്കാലം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു പൽക്കാലം നീ തന്നെ ഞങ്ങൾക്ക് തന്നു. ഇനി ഞങ്ങളുടെ ആയുസ്സിൽ കാണാത്ത ഒരു പൽക്കാലം നീ ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥാ, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്തോത്രം. നീ ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. നന്ദി കൊടുത്താവേ, ജീവനും ഭക്തിക്കും വേണ്ട എല്ലാം തന്നെ ഞങ്ങളെ നടത്തിയ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ സഹോദരിമാരായ ഞങ്ങൾ കർത്താവേ നിന്റെ പാദപീഠത്തിലായിരിക്കുന്നു. നാഥാ, സ്വർഗ്ഗം നിന്റെ സിംഹാസനം, ഭൂമി നിന്റെ പാദപീഠമായിരിക്കാതെ കർത്താവേ, ഭൂമിയാകുന്ന പാദപീഠങ്ങളിൽ അടിയങ്ങൾ വന്നിരിക്കുന്നു. നാഥാ, സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുന്നതുമായിരിക്കാതെ സ്തോത്രം. ഇന്നത്തെ പൽക്കാലം ഞങ്ങളുടെ ഈ ലേഡീസ് മീറ്റിംഗിനെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. 33ാമത്തെ കോൺഫറൻസ് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും ഞങ്ങൾക്ക് കാണാനിടയായല്ലോ. 33ാമത്തെ ലേഡീസ് മീറ്റിംഗിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കർത്താവേ, രണ്ടുപേരായി ഐക്യമത്യപ്പെട്ടാൽ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ കേട്ടതാണല്ലോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മധ്യേ നീ എഴുന്നള്ള ദൈവമായിരിക്കാലോ സ്വത്രം. ഇന്ന് ഞങ്ങളുടെ മധ്യേ നീ എഴുന്നള്ളണം കർത്താവേ, സ്വത്രം. എഴുന്നള്ളിരിക്കാലോ സ്വത്രം കർത്താവേ. ഇന്നത്തെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥയറിഞ്ഞ ആവശ്യങ്ങളറിഞ്ഞ് ഇന്ന് ദേവദൂതൻ ഞങ്ങളോട് സംസാരിക്കണം. നാഥാ, പാട്ടിൽ കൂടി ഞങ്ങളോട് ഇടപെട്ടതിനായി സ്വത്രം. പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളെ ഇന്ന് ടച്ച് ചെയ്യണം കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലെ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ നാഥാ, സ്വത്രം. ഹല്ലേലൂയ. ഇന്നത്തെ സകല ശുശ്രൂഷ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു നാഥാ, സ്വത്രം. വചനം ശുശ്രൂഷിക്കാൻ എന്റെ ദാസിയെ അധികാരപ്പെടുത്തണം കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ നിറവിലെ മനുഷ്യ ശബ്ദമല്ല ദൈവശബ്ദം ഇന്ന് ഞങ്ങൾ കേൾക്കണം നാഥാ, സ്വത്രം. ഹല്ലേലൂയ. രക്തതാഴ്ചയും എടുക്കുന്നു നാഥാ, സ്വത്രം. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നീ ഞങ്ങളോട് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ കോൺഫറൻസ് കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ദൈവമേ, ഹല്ലേലൂയ, വിടുതൽ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് കർത്താവേ, ഞങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത് 100 സംഘത്തിന് പറഞ്ഞിരിക്കുന്നു. തലമുറയെ നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കാലോ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ ദിവസങ്ങളിലെ കർത്താവേ, ഹല്ലേലൂയ, ലോകമറിയുന്ന ഹല്ലേലൂയ രക്തതാഴ്ചയും ലോകമറിയുന്ന സുവിശേഷന്മാരായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥാ, സ്വത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർക്ക് ബുദ്ധി അറിയുമ്പോൾ ജ്ഞാനം കൊടുത്ത് ദൈവകൃപയിൽ അവരെ നിലനിർത്തണം നാഥാ, സ്വത്രം. ഹല്ലേലൂയ. രക്തം ജയം കർത്താവേ. ഇനിയുള്ള ശുശ്രൂഷ എല്ലാം എന്റെ സന്നിധി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ വഴി നടത്തിയായിരുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളോട് ഇരിക്കുന്നവരെല്ലാം കർത്താവേ വിടുതൽ പ്രാപിച്ചു. ആരെല്ലാം ഏതെല്ലാം വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ, സന്തോഷമില്ലാത്തവര്, സമാധാനമില്ലാത്തവര്, ഹല്ലേലൂയ കർത്താവേ, സ്വത്രം. ഏതെല്ലാം വിഷയമുണ്ടോ, ഏതെല്ലാം വിഷയം അങ്ങനെ തിരുപ്പാദത്തിൽ താൻ സമർപ്പിക്കുന്നു കർത്താവേ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ സകലവും സ്വത്രത്തോടെ എന്റെ സന്നിധിയിൽ അറിയുകയാണ് ഞങ്ങൾ കർത്താവേ, സ്വത്രം. ഞങ്ങൾ ഭാരമൊഴിഞ്ഞവരായി കെട്ടൊഴിഞ്ഞവരായി ഈ കോൺഫറൻസ് ഞങ്ങൾ മടങ്ങിപ്പോകാൻ ഇടയാണ് നാഥാ, സ്വത്രം. നീ ഞങ്ങളുടെ പ്രാർത്ഥനയും യാതനയും കേട്ടതിനായി സ്വത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാണമേ. പ്രൈസ് ലോർഡ്. അടുത്തതായിട്ട് 2 പേരുടെ പേര് ഞാനിപ്പോൾ ഉടനെ വിളിക്കാം. അപ്പം ഒരാൾക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ വന്നാൽ മതി. എപ്പോഴും കോൾ ചെയ്യണ്ടല്ലോ. ആനി ചാക്കോ ഫ്രം ടെന്നസി, മേഴ്സി വിൽസൺ ഫ്രം ഷാർജിയ.
സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, പകലിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അപ്പച്ചൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ ഈ 33ാമത്തെ കോൺഫറൻസിൽ ഞങ്ങൾക്ക് സഹായിച്ച അവിടുത്തെ വലിയ ദയക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വിശ്വസ്തനും നീതിമാനും ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അങ്ങയുടെ പാദപീഠം ഇരുന്ന് ചിലത് കർത്താവെ ഈ ദിവസങ്ങളിൽ ഹൃദയ പലകകളിന്മേൽ കൊത്തിയെടുത്ത് ജീസസ് ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ മനസ്സുള്ളവരായി തീർന്ന് കർത്താവിനെ മറ്റുള്ളവർക്ക് വായിക്കുന്ന പത്രങ്ങളായി ഞങ്ങൾ തീരുവാൻ സ്വർഗ്ഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ലേഡീസ് മീറ്റിങ്ങിനെ ആദ്യോടെ അവസാനം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം സഹായിച്ചുകൊണ്ട് കൃപയ്ക്കായി സ്തോത്രം. ആത്മാവിന്റെ പരിവർത്തനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് വചനമെല്ലാം വിശ്വാസമായി ഒന്ന് പരിണമിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ. അന്ധകാരത്തിന്റെ കർത്താവെ ചെളിയുടെ കുഴിയിൽ കിടന്ന് ഞങ്ങളെ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച അവിടുത്തെ വിശ്വസതയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളെ, ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളുടെ പൂർവന്മാരെയും കർത്താവെ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിറക്കിയ നിന്റെ ജനത്തിന് കർത്താവെ വിശ്വാസം നിലനിൽപ്പാൻ കൃപ കൊടുത്തുവെങ്കിൽ ഇന്നും കർത്താവിന്റെ ശക്തിക്ക് ഒട്ടും കുറവില്ലല്ലോ. അതിൽ നിലനിൽപ്പാൻ ദൈവകൃപ ഞങ്ങൾക്ക് തരുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു വലിയ ആത്മാവിന്റെ പകർച്ച ഞങ്ങളിൽ ഉണ്ടായിട്ട് ആമേൻ, ഐക്യതയുടെ ആത്മാവിനാൽ ഞങ്ങൾ നിറയപ്പെട്ട് ദൈവവചനത്തിന്റെ ദാസി കർത്താവെ, ദൈവവചനങ്ങൾ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ എന്നേക്കുമായി എഴുതപ്പെടട്ടെ. അത് വിശ്വാസമായി പരിണമിക്കട്ടെ. ചിലത് അടയപ്പെട്ടത് യേശുവിന്റെ നാമത്തിൽ എപ്പത എന്ന് പറഞ്ഞാൽ തുറന്നു വരുമാറാകട്ടെ. ഞങ്ങളുടെ പൂർവന്മാരുടെ പാപങ്ങളെ നീ കണക്കിടരുത്. ദേശത്തിന്റെ പാപം നീ ഓർക്കരുത്. ആഭിചാര ദോഷങ്ങൾ, ശാപവാക്കുകൾ, പാരമ്പര്യ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഇറക്കണമേ. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഭാരപ്പെട്ട് വേദനയോട് നിന്റെ സന്നിധിയിലായിരിക്കുന്ന ജനത്തെ വിടുതലോട് ആത്മാവിലും ശരീരത്തിലും മനസ്സിലും ഫൈനാൻഷ്യലി കുടുംബജീവിതങ്ങളിലും വിടുതലോട് സ്വാതന്ത്ര്യത്തോട് ചുടുതന ഹതരതരസിയ തലമുറകളെ ചിലതിനെ പിശാച് വഞ്ചിച്ച് ടെക്നോളജിയുടെ അധപ്പതനത്തിൽ പിടിച്ച് ബന്ധിച്ചിരിക്കുന്ന കുരുക്കിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു വരുവാൻ കർത്താവേ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം എല്ലാ വിധത്തിലും മഹത്വപ്പെടട്ടെ. ദുഃഖത്തോടെയായിരിക്കുന്ന വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവകൃപയാൽ ഞങ്ങളെ എല്ലാവരും നിറയ്ക്കും. വചനത്തിൽ കൂടെ സംസാരിക്കും. ശുശ്രൂഷകളെല്ലാം മാനിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ പകൽക്കാലം ഒരുമിച്ച് കർത്താവെ നിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ സഹോദരിമാരായ ഞങ്ങൾക്ക് കർത്താവ് നൽകി തന്ന നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ ഞങ്ങളുടെ കണ്ണെ കടന്നിരുന്നു ഞങ്ങളുടെ കാലിനെ വീഴ്ചയും ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിപ്പാതെ കൊണ്ട് ഞങ്ങൾക്ക് വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് കർത്താവെ ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നീ ഞങ്ങളുടെ സങ്കേതമാണ്, നീ ഞങ്ങളുടെ ബലമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും എടുത്ത തുണയാണെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് നൽകി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, ഇന്ന് പലകാലം നിന്റെ സന്നിധിയിലായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്, അത് അനുഗ്രഹത്തിന്, അത് വിടുതലിന് കാരണമായി തീരണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് പലകാലം കർത്താവിടെ ശുശ്രൂഷയ്ക്ക് തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളും കുറ്റങ്ങളെല്ലാം കർത്താവ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവശബ്ദം ഇന്ന് പൽക്കാലം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരു വിടുതലിന്റെ പൽക്കാലമാക്കി ദൈവം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി പോകുമ്പോൾ ഞങ്ങളുടെ സഭയ്ക്ക്, ഞങ്ങളുടെ ദേശത്തിന് അതൊരു വിടുതലിന്റെ സാക്ഷിയായി ഞങ്ങളെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മറിയ ദൈവത്തോട് പറഞ്ഞ പോലെ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം ഞങ്ങളിൽ നിവർത്തിക്കട്ടെ എന്ന് കർത്താവെ, ദിവസങ്ങളിൽ ഞങ്ങൾക്കും പ്രാർത്ഥിപ്പാൻ ദൈവം അവസരങ്ങളെ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ നേതൃത്വം കൊടുക്കുന്ന എല്ലാ കർത്തൃദാസിമാരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്ത എല്ലാ ദൈവകൃപയും നിന്റെ നാമോത്വത്തിന് വേണ്ടി തീർക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ ഗൈഡൻസ് ഇന്ന് പൽക്കാലം കൂടി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവം ശുശ്രൂഷിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിന് അത് പരിവർത്തനമാക്കി ദൈവം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ ഗൈഡൻസ് ഇന്ന് പൽക്കാലത്തെ മീറ്റിംഗിൽ ഞങ്ങൾ അനുഭവിച്ചറിയാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു
പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്ന കർത്താവെ. കടന്നു വരുവാൻ കഴിയാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും അത് വിടുതലിന് കാരണമായി തീരണമേ. കടന്നു വന്ന് എല്ലാവർക്കും അത് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അല്പസമയം കൂടെ ഞങ്ങൾ നിന്റെ പാദവിടുതലായിരിക്കുമ്പോൾ കർത്താവെ, നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ഏകാഗ്രത മനസ്സോടെ കർത്താവെ ദൈവസന്നിധിയിലുള്ള കൃപ അനുഭവിപ്പാൻ നീ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ ശുശ്രൂഷയും ദൈവനാമത്വത്തിന് മാത്രം കാരണമായി തീരണമേ. ഞങ്ങളുടെ നാമം ഉയരുവാനല്ല, ഞങ്ങളിൽ കൂടെ കർത്താവിന്റെ നാമം ഉയരുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ അതിനായി കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ ശുശ്രൂഷ മേലും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കായ സ്തോത്രം. സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഇനിയും ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പ്രസംഗത്തിന് വേണ്ടി തുടങ്ങുകയാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഒരു വരി പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്തദാസി മുമ്പോട്ട് കടന്നു വരും. പെട്ടെന്ന് ഓഡിയൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വരി 2 വരി പാട്ട് പാടുക. അടുത്തതായിട്ട് നമ്മൾ പ്രസംഗത്തിനായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന കർത്തദാസി, പ്രത്യേക ഇൻട്രഡക്ഷനൊന്നും ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഷീലാദാസാണ് ഇപ്പോൾ പ്രസംഗിക്കാൻ പോകുന്നത്. മലയാളത്തിലായിരിക്കും താൻ പ്രസംഗിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം മലയാളം മനസ്സിലാവുമല്ലോ. Anybody don't understand Malayalam well? I think everybody understand. Only one person doesn't know Malayalam well. I think when people say hallelujah, stotram, everything is all one language. So for one person, I don't think we can. We are not neglecting you. I think that you will understand few words when she preached, the impression, everything. So can you sing just a chorus and then she come? Oh, she sing. Okay. Sheila Das. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യേയും മേശയൊരുക്കി എന്നെ മാനിച്ച എൻ ദൈവമേ. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യേയും മേശയൊരുക്കി എന്നെ മാനിച്ച എൻ ദൈവമേ. യേശുവേ 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 നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിനായി നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിനായി നന്ദി നന്ദി നാഥാ. തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ നൽകിയതാ. തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ നൽകിയതാ.
അളവില്ല സ്നേഹത്തിനായി നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനായി നന്ദി നന്ദി നാഥ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് നന്ദി പറയാൻ. പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കരം നമ്മെ താങ്ങിയതാണ്. പ്രതിസന്ധികൾ ഇല്ലാഞ്ഞിട്ടല്ല, അതിന്റെ നടുവിൽ ദൈവം നമ്മെ നിർത്തിയതാണ്. ഈ പ്രഭാതത്തിൽ ഹൃദയം തുറന്ന് നന്ദി പറയാമോ? രാവിലെ ഇവിടെ നിന്ന് നമ്മുടെ കൂടെയുള്ള ഒരു ദൈവദാസിയെ ഡയാലിസിസിന് വേണ്ടി കൊണ്ടുപോയിരിക്കുക. ദൈവമക്കളെ, ആരോഗ്യത്തോടെ മറ്റാരുടെയും ആശ്രയം കൂടാതെ ഈ ഹോളിനകത്ത് നടന്നു വന്ന് ഇരിക്കാൻ ബലം നൽകിയ ദൈവത്തിന് ഒരു നന്ദി പറയാമോ? മറ്റാരെയും നോക്കണ്ട, ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞു. നന്ദി അധികമാകില്ല, നന്ദി അധികമാകില്ല. പ്രിയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തിന് നന്ദി പറയുന്നു. വിവിധ രാജ്യങ്ങൾ, വിവിധ സ്റ്റേറ്റുകൾ ഞങ്ങളെ ഒരുമിച്ച് അപ്പന്റെ പാതപീഠത്തിൽ ഈ പ്രഭാതത്തിൽ കൊണ്ടുവന്ന ദൈവ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ സ്പർശനം ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഞങ്ങൾ കടക്കുവാൻ കഴിയാത്തൊരു ദൈവശക്തി, ഒരു വലിയ ദൈവ സാന്നിധ്യം, ഒരു ദൈവാത്മാവിന്റെ പകർച്ച ഇന്ന് പകൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപരിക്കട്ടെ. ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ട് ദൈവാത്മാവിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. മാനുഷിക വാക്കുകളല്ല, ദൈവദൂതന്റെ ശബ്ദം ഇവിടെ വെളിപ്പെടണം. പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണം. മഹത്വം മുഴുവൻ അങ്ങയ്ക്ക് മാത്രം, മഹത്വം മുഴുവൻ ക്രൂശിന് മാത്രം, മഹത്വം മുഴുവൻ നിനക്ക് മാത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. സന്തോഷമുള്ള ദൈവജനം കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ബഹുമാന്യരായ ദൈവദാസിമാർ, ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി, ഇവിടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസിമാർ, എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പകൽ 33ാമത് PCNAC സമ്മേളനത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം കൂടി വന്ന ആദ്യ നിമിഷങ്ങൾ മുതൽ ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര പേർ അത് അനുഭവിച്ചു എന്ന് എനിക്കറിയാം. പ്രാർത്ഥനയ്ക്കൊക്കെ കയറിയവരുടെ വാക്കുകളിൽ ദൈവാത്മാവിന്റെ ശബ്ദം ഇങ്ങനെ എനിക്കത് അനുഭവിപ്പാൻ കഴിഞ്ഞു. എത്ര പേർക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയാം. പകൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വെറുതെ വിടുകയില്ല. ചിലത് പ്രാപിച്ച് ഈ സമ്മേളനം കഴിയുമ്പോൾ ചിലത് പ്രാപിച്ച് വേണം പോകാൻ. എല്ലാ സമയവും പോലെയല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വാഗ്ദത്തം ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ പിന്നെയും ചില വചനങ്ങളിലൂടെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശുശ്രൂഷയ്ക്ക് തടസ്സമായി വ്യാപരിക്കുന്ന ശത്രുവിന്റെ പോരുകളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ബന്ധിക്കുകയാണ്. പകൽ ചില വിടുതൽ പ്രാപിക്കും, ചിലരുടെ ശരീരത്തിൽ നിന്ന് പകൽ വിടുതൽ പ്രാപിക്കും. ഞാൻ ആത്മാവിൽ അറിയുന്നു, ഈ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ ചില രോഗികൾ സൗഖ്യമാകുക, ചിലർ ബലപ്പെടുക. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് പകൽ അനുഭവിച്ചു തുടങ്ങുകയാണ്. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. ഈ 2ാം ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനവുമായി നമുക്ക് ഒരുമിച്ചായിരിക്കാനിടയായല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന തീം പവർ ഓഫ് യൂണിറ്റി എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവിനെ ഏൽപ്പിച്ച ഒരു സന്ദേശം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും. ഇംഗ്ലണ്ടിലെ നെൽസൺ പ്രഭു ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി ജനത്തെ ആഹ്വാനം ചെയ്തു. എല്ലാവരെയും യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നതിനും തൊട്ട് മുൻപ് അദ്ദേഹം അറിഞ്ഞു, അദ്ദേഹത്തിന്റെ ഓഫീസേഴ്സ് 2 പേര് വളരെ നാളുകളായി സംസാരിക്കാറില്ല. അദ്ദേഹം ആ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് ആ 2 ഓഫീസേഴ്സിനെയും വിളിച്ചു. അവരോട് സംസാരിച്ചിട്ട് അവരുടെ കൈകൾ കൂട്ടിപ്പിടിപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു, എനിമി ഈസ് ഔട്ട്. മനസ്സിലായോ? ശത്രു പുറത്ത് നിൽക്കുക, നമ്മുടെ അകത്തൊരു ശത്രു വേണ്ട. മനസ്സിലായോ?
അകത്തെ യുദ്ധം മാറിയാലേ പുറത്ത് ജയിക്കാൻ പറ്റും. അകത്ത് യുദ്ധമുണ്ടാക്കുന്നത് ദൈവാത്മാവല്ല, പിശാചിന്റെ ആത്മാവ്. അകത്തെ ജനത്തെ സ്പ്ലിറ്റ് ചെയ്യിക്കുന്നത്, ഭിന്നിപ്പിക്കുന്നത് ദൈവാത്മാവല്ല. അവിടെ ദൈവാത്മാവിന്റെ പ്രവർത്തനമില്ല. പുറത്തെ യുദ്ധമാണ് പ്രധാനം. ഏതാ യുദ്ധം? ഞാൻ കാണുന്ന എന്റെ ബന്ധുക്കളോടല്ല എന്റെ യുദ്ധം. വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും യുദ്ധം ചെയ്യാൻ വിളിക്കപ്പെട്ട നാം അകത്തൊരുമിച്ച് നിന്നില്ലെങ്കിൽ പുറത്തെ യുദ്ധം വിജയിക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട നാം അകത്തൊരുമിച്ച് നിൽക്കണമെന്ന്. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. അകത്തെ നിസ്സാരമായ പിണക്കങ്ങളും കശപിശയും ഒക്കെ ഇതിനകത്ത് കിടക്കട്ടെ. പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ശത്രു കോമൺ ആണ്. കോമൺ. നമുക്ക് എല്ലാവർക്കും ഒരു ശത്രുവേ ഉള്ളൂ, അത് പിശാചാണ്. അതുകൊണ്ട് അവരെ കാണണം. അകത്ത് കിടന്ന് കൂട്ടിയടിക്കല്ലേ. മനസ്സിലാകുന്നുണ്ടോ? അകത്തെ ശബ്ദങ്ങൾ നിർത്തണം, പുറത്തേക്ക് യുദ്ധത്തിനിറങ്ങിയവർ. ഞാൻ ഈ ആരംഭത്തിൽ തന്നെ ഒരു കാര്യം പറയുക. യൂണിറ്റി എവിടെയാ പോകുന്നേ? യൂണിറ്റി പോകുന്നത് കുടുംബത്തിലാ. പ്രൈസലോ. കുടുംബത്തിലെ യൂണിറ്റി കുറവാ പുറത്തിറങ്ങുമ്പോ അറിയുന്നത്. കുടുംബത്തിനകത്ത് യൂണിറ്റി ഉണ്ടോ? സമുദായ സഭകളെ വിട്ടാണ് നാം ദൈവസന്നിധിയിലേക്ക് വന്നത്, നാം ദൈവമക്കളായി തീർന്നത്. ഇന്ന് വരെ ഒരു സമുദായത്തിലെ നേതാക്കന്മാരെയും ഇൻസൾട്ട് ചെയ്ത് അപവാദം പറഞ്ഞ് ഇന്റർനെറ്റുകളിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചിട്ടില്ല. സ്വത്രം കുറെ സാരമില്ല, കൂടിക്കോളൂ. ഒരു അഭിഷിക്തന്മാർ, അവരുടെ ഇടയിലുള്ള പലരുണ്ട്, ബിഷപ്പുണ്ട്, മറ്റു പലരുമുണ്ട്. അവരെ ആരെയും കുറ്റം പറഞ്ഞ ഒരു വാക്കുപോലും ഇന്റർനെറ്റുകളിൽ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ വിശ്വാസത്തിന്റെ ധീരത പ്രസംഗിക്കുന്ന നമ്മുടെ ഇടയിൽ എഴുതാൻ തുടങ്ങിയാൽ, പ്രതികരിക്കാൻ തുടങ്ങിയാൽ, ഓർക്കുക, കൊലയ്ക്ക് കുത്തിയാൽ കരിക്കും വാടും. ദൂത് മനസ്സിലായവർക്കായി സ്തോത്രം. ഞാനിത് പറയാൻ എന്നാ സഹോദരിമാരുടെ യോഗത്തിൽ കാരണം അതുകൂടെ പറയാം. യൂണിറ്റി തുടങ്ങേണ്ടത് വീട്ടിലാണ്. പ്രൈസ് ഗോഡ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഹൊഫ്നിയെയും ഫിനഹാസിനെയും സൃഷ്ടിക്കാൻ ഒരുപാട് പ്രാർത്ഥന വേണ്ട. ഏലിയുടെ ഭാര്യയെ കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ ഒരു ശമൂവേൽ വേണമെങ്കിൽ പ്രാർത്ഥനാമുറിയിൽ ഡിസൈൻ ചെയ്യുന്ന അമ്മമാരുണ്ടോ? പ്രാർത്ഥനാമുറിയിൽ തലമുറകളെ ഡിസൈൻ ചെയ്യുന്ന അമ്മമാരുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, വില മുടക്കിയതിന്റെ മറുപടി കാണാൻ പോകുക. സാധാരണ ഒരു തലമുറയെ വേണമെങ്കിൽ പ്രസവിച്ചിട്ടാ മതി. പക്ഷെ വില കൂടിയ ഒരു തലമുറയെ നിന്റെ വീട്ടിൽ നിന്ന് ചരിത്രത്തിന്റെ താളുകളിൽ പുറപ്പെടുവിക്കണമെങ്കിൽ പ്രാർത്ഥനാമുറിയുടെ അതിര് വിശാലമാക്കണം. എത്ര പേരിനോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല. ഏലിയുടെ ഭാര്യയെ ഞാൻ ഈ 32 വർഷമായിട്ടും ബൈബിളിൽ കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ട യോഗം കഴിഞ്ഞ് പറയണം. പക്ഷേ ഞാൻ കണ്ട ഒരു സ്ത്രീ ഹന്നയാണ്. അകത്തെ തീക്കകത്തു നിന്ന് പ്രാർത്ഥനാമുറിയിലെ ഇന്ധനമാക്കി പെരുന്നയെ മാറ്റിക്കൊണ്ട് പ്രാർത്ഥനാ ജ്വാലയിലേക്ക് കയറിയ അവളുടെ തലമുറയെ ദൈവം വിളിക്കുന്നത് വിശ്വസ്ത പ്രവാചകനാണ്. അതുകൊണ്ട് ഇന്ന് പകൽ തലമുറ വഴിവിട്ടു പോകാതെയും കുടുംബത്തിനകത്തു നിന്ന് അഭിഷിക്തന്മാർക്കെതിരെ അപവാദത്തിന്റെ വാക്ക് ഉയരാതിരിക്കാൻ പ്രാർത്ഥനാമുറിയിൽ ഓടിക്കറിക്കോ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഓടി പ്രാർത്ഥനാമുറി കയറേണ്ട സന്ദർഭമായത്. കാരണം നമ്മുടെ വീട്ടിനകത്തു നിന്ന് അഭിഷിക്തനെതിരെ ഒരു വാക്ക് വന്നാൽ വില മുടക്കേണ്ടി വരും, വില മുടക്കേണ്ടി വരും, വില മുടക്കേണ്ടി വരും. ഞാനിത് ദൈവത്തിന്റെ ദൂതായി വിളിച്ചു പറയുകയാണ്. നമ്മുടെ തലമുറ, നമ്മുടെ ഭർത്താക്കന്മാർ, നമുക്ക് ദൈവം തന്ന സൗകര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. മറ്റൊരാളെ താഴ്ത്തിക്കെട്ടാനും മറ്റൊരാൾക്കെതിരെ അപവാദം പറയാനും ദൈവജനത്തിന്റെ യൂണിറ്റി നഷ്ടപ്പെടുത്താനും വ്യാപരിക്കുന്ന പിശാചിന്റെ തന്ത്ര
Praise God. അതിന് പകരം തലമുറയ്ക്ക് ശാപമാവാൻ നാം ഇടയാകരുത് കേട്ടോ. യൂണിറ്റിയിലേക്ക് നമുക്ക് ഒരുമിച്ച് വരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം ഏൽപ്പിച്ച ഒരു ദൂത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. മതി. ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. ഞാൻ ഈ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിന്റെ ഉള്ളിലേക്ക് എടുത്തിട്ട പോലെ തന്ന ഒരു വചനമാണത്. ഞാൻ ഇതിനു മുൻപ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ ആ വാക്യം പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തന്നപ്പോൾ ഞാൻ അതുകൊണ്ട് പ്രാർത്ഥനാ മുറിയിലിരുന്നു. ദൈവനെ ഏൽപ്പിച്ച ദൂത് ഒട്ടും മറയ്ക്കാതെ നിങ്ങളുടെ അടുക്ക തരിക. ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. പച്ചിരുമ്പുണ്ട്, ഉരുക്കുമുണ്ട്. പച്ചിരുമ്പെന്ന് പറഞ്ഞാൽ മൈൽഡ് സ്റ്റീൽ, ഉരുക്കെന്ന് പറഞ്ഞാൽ കാസ്റ്റ്. ഈ പച്ചിരുമ്പിനെ വളയ്ക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പയ്യെ ഒരു ചെറിയ സമ്മർദ്ദം കൊടുത്താൽ അങ്ങ് വളഞ്ഞോളൂ. തീയൊന്നും വേണമെന്നില്ല. എന്നാൽ ഉരുക്കിനെ അങ്ങനെയൊന്നും ആർക്കും വളയ്ക്കാൻ പറ്റത്തില്ല. ഉരുക്കിനെ തീക്കകത്തിട്ടിട്ട് ചുറ്റിക കൊണ്ടടിച്ചാൽ ഉരുക്കിന് ഒരു ഷേപ്പ് വ്യത്യാസവും വരില്ല. ചിലപ്പോൾ ഒരു കഷണം പൊട്ടിത്തെറിച്ചു പോയാലും ആ പീസിനും ഉരുക്കിന്റെ ഗുണം തന്നെയുണ്ട്. ദൂതിലേക്ക് വരിക. പെട്ടെന്ന് വളയ്ക്കാവുന്ന ഒരു ക്രിസ്തീയ ജീവിതം ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഏതിനോടും കോംപ്രമൈസ് ചെയ്യുന്ന ഒരു പച്ചിരുമ്പിന്റെ ജീവിതം ദൈവത്തിന് വേണ്ട. കുറച്ചുകൂടെ പറഞ്ഞാൽ തീക്കകത്ത് കയറി ഇറങ്ങിയാലും അപവാദങ്ങളുടെ ശബ്ദം നിന്റെ ചെവിയിലെത്തിയാലും നിന്നെ തകർക്കാനുള്ള ശത്രുവിന്റെ പദ്ധതികൾ നിനക്ക് കൂടെ പുറപ്പെട്ടാലും ഓർക്കുക, നീ തെറിച്ചു പോയാലും നിന്റെ ഗുണം കാണിക്കുന്ന ചില തലമുറ മാറി നിൽക്കണം. ആരായിരിക്കണം? ഉരുക്ക് മനുഷ്യർ. പ്രതിസന്ധിയുടെ നടുവിൽ ഉരുക്ക് പോലെ നിൽക്കാൻ നാട്ടിലുള്ള തന്റേടമുള്ള ദൈവദാസിമാരെ ഈ യോഗത്തിലും ദൈവം തിരയുകയാണ്. ഇന്ന് പകൽ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുക, ഉപദേശത്തിന്റെ കാറ്റിനാൽ ആലഞ്ഞുഴലുന്നവരാകാതെ ഉപദേശ സത്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥനാമുറിയിലിരുന്ന് പ്രാപിച്ച ദൈവവചന വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്താതെ ഇതിനകത്ത് നട്ടല്ലോടെ നിൽക്കുന്ന ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് ഈ സഭത്തിനകത്ത് കാണുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അതായിരിക്കും ശരി. അല്ല കേട്ടോ, ദൈവവചനത്തിന് ഒരു സത്യമേ ഉള്ളൂ. പെന്തക്കോസ്തിനോട് ചേർന്ന് ഒരു മണവാട്ടി സഭയും കൂടെ ഒരുങ്ങുന്നുണ്ട്. രണ്ടും ഒരുപോലെയാ. ഡ്യൂപ്ലിക്കേറ്റിനെ തിരിച്ചറിയാൻ കൃപ പ്രാപിച്ച വിശുദ്ധന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് നോട്ട് കണ്ടാൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാം ഒരുപോലെയാ. പക്ഷേ അത് നിർമ്മിച്ചവൻ നോക്കുമ്പോൾ അറിയാം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇന്നും പകൽ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ പറയുക, ഡ്യൂപ്ലിക്കേറ്റ് വിശ്വാസവും ഡ്യൂപ്ലിക്കേറ്റ് ഭക്തിയും ഡ്യൂപ്ലിക്കേറ്റ് സ്ഥാനവും ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം മാറട്ടെ. പരിശുദ്ധാത്മാവിൽ ഒറിജിനൽ ചിലതിന് വേണ്ടി ദൈവം ചില ഒരുക്കുകയാണ്. ഉരുക്കിന് മാത്രമേ ഇരുമ്പിന് മൂർച്ച കൂട്ടാൻ പറ്റുള്ളൂ. പച്ചിരുമ്പ് അഥവാ മൈൽഡ് സ്റ്റീൽ കൊണ്ട് മൂർച്ച കൂട്ടിയാൽ രണ്ടും തേഞ്ഞു തീരുകയുള്ളൂ. പക്ഷെ ഉരുക്ക് കൊണ്ട് മൂർച്ച കൂട്ടിയാൽ എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയുടെ തീയിലൂടെ കടന്നുപോയൊരു ഭക്തന് മാത്രമേ മറ്റൊരാൾക്ക് മൂർച്ച കൂട്ടാൻ പറ്റുള്ളൂ. Praise God. എന്തിനാ എന്നെ ഇതിനകത്തൂടെ കടത്തിവിടുന്നെന്ന് ചോദിച്ചോണ്ടല്ലേ വന്നത്? മറുപടി കേട്ടോ, നിനക്ക് മൂർച്ച വരുത്താനും നിന്നെ കൊണ്ട് മറ്റു ചിലർക്ക് മൂർച്ച വരുത്താനും നീ മുഖാന്തരം ചിലർക്ക് മൂർച്ച വരുത്താൻ പോകുക. അറിയാത്ത ചില മണ്ഡലങ്ങളിൽ ചിലതിനെ മൂർച്ച വരുത്തുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടതാ കേട്ടോ. കേരളത്തിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ല ഈ മണ്ണിൽ ദൈവം കൊണ്ടുവന്നത്. ഇവിടെ ചിലതിനെ മൂർച്ച കൂട്ടുവാൻ ഈ രാജ്യത്ത് ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി ചിലതിനെ പ്രാർത്ഥനാമുറിയിൽ ഒരുക്കിയെടുക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അഭിഷിക്തന്മാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് പകൽ ഇരുമ്പിന് മൂർച്ച കൂട്ടുന്ന ഒരു മറ്റൊരു ഇരുമ്പായി മാറട്ടെ. രണ്ടാമത്തെ ഭാഗം, മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. നമ്മളെ ആരാ മൂർച്ച കൂട്ടേണ്ടെന്ന് ദൈവത്തിന് അറിയാം. ആ ആളിന്റെ കയ്യിലാ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്.
എൻ്റെ കൃപ വർദ്ധിച്ചെന്ന് പറയത്തക്ക നിലയിൽ ആരെങ്കിലും നമുക്കെതിരെ പ്രതികരിച്ചെങ്കിൽ ഓർക്കുക, മൂർച്ച കൂട്ടിയത് അവരാ. സ്വതന്ത്രം പറയാൻ പറ്റുമോ? മൂർച്ച കൂട്ടിയവരെ നോക്കി ഒരു നന്ദി പറയാൻ പറ്റുമോ? ഈ പ്രഭാതത്തിൽ നിന്റെ മൂർച്ച കൂട്ടിയ ഭാഗങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു നിമിഷം ദൈവാത്മാവിനൊന്ന് ചിന്തിച്ചേ, എനിക്ക് ആരാ എന്റെ മൂർച്ച കൂട്ടിയത്? എന്റെ വീടിനകത്ത് ദൈവം തന്നവരാണോ? നന്ദി പറഞ്ഞു. അല്ല, സമൂഹത്തിലാണോ? നന്ദി പറ. എവിടെയാ മൂർച്ച കൂട്ടേണ്ടത് ദൈവത്തിന് അറിയാമെന്നേ. ആരിലൂടെ മൂർച്ച കൂട്ടിയാൽ നിന്റെ പേര് ചരിത്രത്തിൽ വരുമെന്ന് ദൈവത്തിനറിയാം. ഒന്നുകൂടെ പറഞ്ഞാൽ, തലമുറയ്ക്ക് പ്രയോജനമാകേണ്ട ഒരു ദൂത് നിന്നിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ മൂർച്ച കൂട്ടാൻ ദൈവം ചിലരെ അനുവദിച്ചിരിക്കുക. ഇന്ന് പകൽ ദൂത് ചിലരുടെ അകത്ത് കയറുമെന്ന് എനിക്കറിയാം. പരിശുദ്ധാത്മാവ് ചില ദിനങ്ങളായി മൂർച്ച കൂട്ടുന്ന ചിലതിനകത്തിരിപ്പുണ്ട്. വെറുതെയല്ല ദൈവം നിന്നെ പണിയുന്നത്, വെറുതെയല്ല മനുഷ്യരെ കൊണ്ട് നിനക്കെതിരെ ദൈവം പ്രവർത്തിപ്പിക്കുന്നത്. ഓർക്കുക, നീ അറിയാതെ നിന്റെ മൂർച്ച കൂടുക. ചിലതിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറയാനുള്ള മൂർച്ച അകത്തുനിന്ന് കൂടണമെങ്കിൽ നിനക്കൊരു സൗഖ്യം വേണ്ടേ? മനസ്സിലാകുന്നുണ്ട്? നമ്മിൽ വ്യാപരിക്കാത്ത ഒന്ന് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റില്ല. നമ്മിൽ പകരാത്ത ഒന്നിനെ കുറിച്ച് നമുക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്നിൽ പകർന്നത് മൂർച്ച കൂട്ടുവാനുള്ളതാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മൂർച്ച കൂട്ടിയ പോസിറ്റീവും നെഗറ്റീവുമായ ആൾക്കാരുണ്ട് വേദപുസ്തകത്തിൽ. ഞാൻ രണ്ടിനെ കുറിച്ചും പറഞ്ഞ് എന്റെ സമയത്ത് നിർത്താമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായം അതിന് 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അലക്സാന്ദ്രിയക്കാരനായ ഒരു മനുഷ്യനെ നാം അവിടെ കാണും. അദ്ദേഹം വാഗ്വൈഭവമുള്ളവനും വളരെ സാമർഥ്യമുള്ളവനും യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞ് വളരെ എരിവോടെ പ്രസംഗിക്കുന്ന മനുഷ്യനുമായിരുന്നു. ശ്രദ്ധിക്കണേ, വേദപുസ്തകത്തിനകത്ത് യൂണിറ്റിയുള്ള ഒരുപാട് കുടുംബങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കുടുംബമാണ് അക്വിലാവിന്റെയും പ്രിസ്കില്ലയുടെയും കുടുംബം. 6 പ്രാവശ്യം ദൈവവചനത്തിൽ അവരെ കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ 3 പ്രാവശ്യവും പ്രിസ്കില്ലയുടെ പേരാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം ആ കുടുംബത്തിനകത്ത് അവർ ഈക്വലായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇച്ചിരൂടെ പറഞ്ഞാൽ അമ്മാമ്മയ്ക്കും ആ വീട്ടിലൊരു നല്ല സ്ഥാനം ഉണ്ടായിരുന്നെന്ന് അർത്ഥം. പ്രൈസല്ലോ. അച്ചായന്മാരാരും ഇല്ലാത്തതുകൊണ്ട് പറയാം, അമ്മാമ്മമാർക്ക് ആ സ്ഥാനം കൂടുതൽ. പക്ഷേ അത് വീട്ടിൽ ചെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കരുത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, ആർക്കാ കൂടുതൽ സ്ഥാനം? തലയച്ചാനാ കേട്ടോ, അത് മറക്കണ്ട. ഡ്രൈവിംഗ് സീറ്റല്ല അച്ചാനാ, പക്ഷെ കൺട്രോൾ ചെയ്യുന്ന അമ്മാമ്മ. അത് നല്ലതിനാണെങ്കിൽ ദൈവരാജ്യത്തിന് പ്രയോജനം ചെയ്യും. ഞാൻ ഏതൊക്കെയോ സ്ഥലത്ത് പറഞ്ഞ ഒരു കാര്യം പറയാം. ഈ സ്ത്രീകൾക്ക് മാത്രം ഒരു 6th സെൻസ് ഉണ്ട്. വീട്ടിൽ ചെന്ന് പറഞ്ഞ വിഷയം ഉണ്ടാക്കരുത്. ആ 6th സെൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്കേ വർക്ക് ചെയ്യുള്ളൂ. പുറത്തൊരാൾ വന്ന് 1 ലക്ഷം രൂപ അച്ഛനോട് ചോദിച്ചോണ്ടിരിക്കും. അച്ഛൻ ഇപ്പൊ ചെക്ക് ഒപ്പിടുവെന്ന് വരുമ്പോ അമ്മാമ്മ അകത്തുനിന്ന് വിളിക്കും, ഒന്ന് ഇങ്ങോട്ടൊന്ന് വരണേന്ന്. പിന്നെ ആ ചെക്ക് ഒപ്പിടിയില്ല. മനസ്സിലായോ? പിന്നെ ആ ചെക്ക് ഒപ്പിടിയല്ല. കാരണം അകത്തോട്ട് വിളിച്ചപ്പോഴേ സംഗതി മാറി. 6th സെൻസ് അടുക്കളയല്ല വർക്ക് ചെയ്ത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്ന് വരുന്ന ദോഷത്തിന്റെ പിൻബലം നമ്മളുണ്ടോ? ഇന്ന് പകൽ ശോധന ചെയ്യാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അക്വിലാവും പ്രിസ്കില്ലയും ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുക. പൗലോസിന് പ്രാപിച്ച ഉപദേശങ്ങളെല്ലാം അവരുടെ അകത്ത് കിടക്കുക. ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർ ഇവിടെ വന്നതാ. ചില കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത്. കാരണം എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ വിടുക. നിന്റെ സാഹചര്യങ്ങൾ നിന്നെ ചില സ്ഥലത്ത് കൊണ്ട് എത്തിച്ചേക്കാം. എന്നാൽ ഓർക്കുക, അവിടെ ചിലതിനെ മൂർച്ച കൂട്ടാനാ. സാഹചര്യം കൊണ്ട് വന്നു പോയതാന്നൊക്കെ പറയല്ലേ, അറിയാതെയല്ല, മൂർച്ച കൂട്ടാനാ. ഇവര് രണ്ടുപേരും പൗലോസിന് പ്രാപിച്ച ഉപദേശവുമായി പള്ളിയിൽ പ്രസംഗം കേൾക്കാൻ ചെന്നപ്പോ നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് വളരെ ശക്തമായി പ്രസംഗിക്കുക. പ്രസംഗം കേട്ടു, എല്ലാം നല്ലതാ, പക്ഷെ വേണ്ടതില്ല.
നമ്മളാണെ അടുത്ത പത്രത്തിലൊക്കെ എഴുതി വെക്കും അപ്പല്ലോസ് കൊള്ളാം, പക്ഷെ വേണ്ടതില്ല. പക്ഷേ ആ കുടുംബം പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും കൂടാരപ്പണിയിലും ദൈവകൃപയിലും ഐക്യതയോടെ നിന്നതുകൊണ്ട് അപ്പല്ലോസിനെ സ്നേഹത്തോടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവൻ അറിയാൻ പറ്റാത്ത പാഠങ്ങൾ പൗലോസിൽ നിന്ന് പ്രാപിച്ചത് അപ്പല്ലോസിലേക്ക് പകർന്ന് അപ്പല്ലോസിനെ മൂർച്ചയുള്ളവനാക്കി മാറ്റി. ആ അധ്യായത്തിന്റെ അവസാനത്ത് എഴുതിയിരിക്കുന്നു, പ്രാപിച്ച ദൈവവചനത്തിന്റെ സാമർത്ഥ്യം കൊണ്ട് യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളയാനുള്ള ദൈവകൃപയെ അപ്പല്ലോസ് പ്രാപിക്കാൻ കാരണം ഈ കുടുംബത്തിന്റെ അകത്തുനിന്ന് പ്രാപിച്ച ദൈവകൃപയാണ്. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, മറ്റൊരാൾ ശുശ്രൂഷയിൽ വളർന്നു വരുമ്പോൾ കുറവ് പറഞ്ഞുകൊടുത്ത് വളർത്തിയെടുത്ത് ദൈവരാജ്യത്തിന്റെ പ്രവർത്തിക്കു വേണ്ടി അവരെ മൂർച്ചയുള്ളവരാക്കുവാൻ നിങ്ങളുടെ കുടുംബത്തെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്റെ അടുക്കൽ ഒരാൾ വന്നാൽ അവരെ താഴ്ത്തിക്കെട്ടാനല്ല, അവരെ വളർത്തിയെടുത്ത് മൂർച്ചയുള്ളവരാക്കി കൊണ്ടെത്തിക്കണം നിത്യതയിൽ. ഒന്നുകൂടെ പറഞ്ഞാൽ, അക്വിലാവിനും പ്രിസ്കില്ലയ്ക്കും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം പോകാൻ അപ്പല്ലോസിനെ അവർ മൂർച്ചയുള്ളവനാക്കി. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ശുശ്രൂഷ മറ്റൊരാൾ ചെയ്യുമ്പോൾ അവരെ താഴ്ത്തിക്കെട്ടുകയല്ല, അവരെ മൂർച്ചയുള്ളവരാക്കി വിടണം. ഇന്ന് പകൽ ഈ ദൂത് അകത്ത് കയറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റൊരാളെ എന്റെ അടുക്കൽ ദൈവം അയക്കുന്നത് അവരെ ശുശ്രൂഷയിൽ മൂർച്ചയുള്ളവരാക്കാനാ, അവരെ കുടുംബജീവിതത്തിൽ കുറെ കൂടെ പക്വതയുള്ളവരാക്കാനാ, അവരുടെ രോഗത്തിനൊരു സൗഖ്യം കൊടുത്ത് അവരെ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ആയുധമാക്കാനാ. ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ടോ ദൈവജനമേ? നമ്മുടെ അടുക്കൽ ദൈവം ഒരാളെ അയക്കുന്നത് ദൈവത്തിന് പ്രയോജനപ്പെടുത്താനാണ്. അപ്പല്ലോസിനെ പ്രയോജനപ്പെടുത്താൻ ദൈവം ഉപയോഗിച്ച ഈ കുടുംബം അത് പോസിറ്റീവായിട്ട് ഉപയോഗിച്ചു. ആ പോസിറ്റീവ് എനർജിയാണ് അപ്പല്ലോസിനെ ദൈവസന്നിധിയിൽ പ്രയോജനമുള്ളവനാക്കി മാറ്റിയത്. നമ്മുടെ അടുക്കൽ വരുന്ന ആരും ദൈവദൂതന്മാരല്ല, മനുഷ്യരാ. പക്ഷേ അവനിലുള്ള കുറവ് ശാന്തമായി പറഞ്ഞുകൊടുത്ത് അവനെ സ്നേഹത്തിൽ ചേർത്ത് കൊള്ളാൻ ഒരു മനസ്സ് വേണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ദൈവസഭയിൽ നാം ആരാധിക്കുന്ന സ്ഥലത്ത് ഒരാൾ ലോകത്തിന്റെ മുൻപാകെ അകപ്പതിച്ച ഒരാളാ, പേര് നഷ്ടപ്പെട്ട ഒരാളാ. അവർ ദൈവത്തെ കണ്ട് ദൈവസഭയിലേക്ക് വന്നാൽ അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി അവരെ മൂർച്ചയുള്ളവരാക്കാൻ നമ്മൾ റെഡിയാണോ? നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങളുടെ സഭയെ വളർത്തണേ, ഞങ്ങളുടെ സഭയിൽ ആത്മാക്കളെ അയക്കണേ. താഴാൻ മനസ്സുണ്ടോ? ഒരു സ്റ്റെപ്പ് കൂടെ താഴോട്ടൊന്ന് വെച്ച് അവരെ അങ്ങ് കൈത്താങ്ങാൻ മനസ്സുണ്ടോ? ചിലർ പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവേ കൊയ്ത്ത് വളരെയുണ്ട് സത്യം. ഒരാളൊരു ദിവസം പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടു, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, കൊയ്ത്തിന് വേലക്കാരെ അയക്കണേ. ഞാൻ പുറകിൽ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ മക്കളെ അയക്കണേ. മനസ്സിലായില്ല. ആ അപ്പുറത്തെ വീട്ടിലെ അച്ഛന്റെ മോനെ അയക്കാൻ പറയാൻ നല്ല സുഖമാണ്, അവനെന്റെ അതിനെ അയക്കാൻ പറ്റൂ. നമ്മുടെ തലമുറയെ അയക്കാൻ പറ്റുമോ? ഓ, അവൻ MBBS പഠിച്ച അവനെ അയക്കാൻ പറ്റുന്നില്ല, മറ്റവൻ BSc തോറ്റത് അവനെ അയക്കാൻ. നോ, ദൈവത്തിന് ചില അപ്പല്ലോസുമാരെ നിന്റെ വീട്ടിൽ നിന്ന് വേണം. ഈ തലമുറയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എരിവുള്ള മൂർച്ചയുള്ള ചില അപ്പോസ്തലന്മാരെ നിങ്ങളുടെ വീടിനകത്തുനിന്ന് വേണമെന്ന് ഇന്ന് പകൽ ചിന്തിക്കാമോ? കർത്താവേ എന്റെ വീട്ടിൽ നീ ഞാൻ തരാം. അത്ര ഇഷ്ടപ്പെടുന്ന ദൂതല്ല, ഇളക്കമല്ലല്ലോ. അകത്തുനിന്ന് പറഞ്ഞേ എന്റെ തലമുറയെ തരാമെന്ന്. അല്പം പ്രയാസമുള്ള കാര്യമാണ്, പക്ഷേ എന്റെ തലമുറയെ തരാൻ പറ്റിയില്ലേലും ഞാൻ മറ്റൊരാളെ മൂർച്ചയുള്ളതാക്കി വിടുമെന്ന് പറയാമോ? നോവിക്കാതെ തകർക്കാതെ ഒരു അപ്പല്ലോസിനെ പണിയാൻ ദൈവം ഉപയോഗിക്കട്ടെ. രണ്ടാമത്തെ ഒരു നെഗറ്റീവ് എനർജിയും കൂടെ പറഞ്ഞിരിക്കാം. യോഹന്നാൻ അപ്പോസ്തലനെ ഒരു വെളിപ്പാട് പുസ്തകം എഴുതിക്കാൻ വേണ്ടി പത്മോസിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല, എവിടെ ഇരുന്നാലും എഴുതാം. പക്ഷേ പത്മോസിൽ കൊണ്ടുപോയതിന് ദൈവത്തിന് പ്രത്യേക പദ്ധതിയുണ്ട്. ഇന്നലെ വരെ മാർവിൽ ചാരി ഇരുന്നവൻ അത് മാത്രമേ അറിയത്തുള്ളൂ, സുഖങ്ങളുടെ കൊട്ടാരം മാത്രമേ ചിലപ്പോൾ മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ആരും കാണാത്ത ഏകാന്തതയിൽ
അടയ്ക്കപ്പെട്ട വാതിലുകളുടെയും ചുറ്റപ്പെട്ട വെള്ളത്തിന്റെയും കടിച്ചു കീറാൻ നിൽക്കുന്ന കഴുകന്റെ ശബ്ദത്തിന്റെയും നടുവിൽ തുറക്കപ്പെട്ട ഒരു സ്വർഗത്തെ കാണണമെങ്കിൽ പത്മോസിൽ പോയേ പറ്റൂ. എന്നാൽ ഓർക്കുക, വെറുതെ ഒന്നും അപ്പോസ്തലൻ പത്മോസിൽ പോവില്ല. അതിന് പിൻപിൽ ഒരു ഡൊമീഷ്യന്റെ കരം വേണം. ഇന്ന് പകൽ ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കൽപ്പന ലഭിച്ചില്ലെങ്കിൽ ഒരിക്കലും പത്മോസിന്റെ അനുഭവത്തിലേക്ക് ഒരു യോഹന്നാൻ പോകില്ല. ഇന്ന് പകൽ ഓർക്കുക, ദൈവം നിങ്ങളെ അയച്ച സ്ഥലത്ത് തലമുറയ്ക്ക് പ്രയോജനമുള്ള ചില ആത്മീക വെളിപ്പാടുകൾ നൽകാൻ പോകുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ചിലരുടെ കരങ്ങൾ പ്രവർത്തിച്ചായിരിക്കാം പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിലേക്ക് ഒരു നാടുകടത്തൽ, ഒരു അപവാദം, ഒരു പ്രതിസന്ധി, ഒരു സാമ്പത്തിക കടഭാരം. ഓർക്കുക, ചില ചരിത്രം നിന്നെ കൊണ്ട് എഴുതിക്കാറുണ്ട്. യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ കുറിച്ചോ ദൈവജനത്തിനു വരാൻ പോകുന്ന പദവികളെ കുറിച്ചോ നിന്റെ കണ്ണുകൊണ്ട് കാണണമെങ്കിൽ ഒരു പത്മോസ് കൂടിയേ തീരും. അഗ്നിശോധനകളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടോ? ഇത് ഞാൻ നിനക്ക് അനുവദിച്ചതാണെന്ന്. നീ ഇപ്പോൾ കടന്നു പോകുന്ന പത്മോസ് ഞാൻ നിനക്ക് അനുവദിച്ചതാണെന്ന് ദൈവാത്മാവ് പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞു, ഉണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു. ചില വെളിപ്പാടുകൾ ദൈവം തരാൻ പോകുകയാണ്. ഇന്നലെ വരെ പ്രാപിക്കാത്ത ചിലത് പ്രാർത്ഥനാമുറി ദൈവം കൊണ്ടുവരാൻ പോകുക. എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന് എനിക്കറിയില്ല. മറ്റാരും കാണാതെ രഹസ്യ പ്രാർത്ഥനാമുറിയിൽ ദൈവത്തിനെ മൂർച്ചയുള്ളവളാക്കുകയാണ്. ദൈവത്തിന് മൂർച്ച ഉണ്ടാക്കണമെങ്കിൽ ആരും കാണാത്ത സ്ഥലം വേണം. ദൈവത്തിന് മൂർച്ച വരുത്തണമെങ്കിൽ മറ്റാരും നിന്നെ പ്രസാദിപ്പിക്കാനോ നിന്നെ കെട്ടിപ്പിടിക്കാനോ ഇല്ലാത്ത സ്ഥലം വേണം. മറ്റുള്ള അപ്പോസ്തലന്മാരുടെ നടുവിലിരുന്നാൽ നീ പ്രാപിക്കാത്തത് പ്രാപിക്കണമെങ്കിൽ നിനക്ക് മാത്രമായ ഒരു പത്മോസ് വേണം. ഇന്ന് പകൽ വിശ്വസിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. കർത്താവേ, എനിക്ക് എന്തുകൊണ്ടായി പത്മോസ്? എന്നെ എന്തുകൊണ്ടാണ് ഇതിലൂടെ കടത്തിവിടുന്നത്? മറ്റാരും പോകാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഈ ചൂളയുടെ നടുവിൽ നാലാമരായി വരുന്ന ദൈവ സാന്നിധ്യം കാണണമോ? നീ തീക്കകത്ത് പോയേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? തീക്കകത്ത് പോകാത്ത ഒരാളെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. ദൈവവചനമാകുന്ന ചുറ്റിക കൊണ്ട് അടിച്ചു പണിത് ജീവിതത്തിലെ കുറവുകളെ മാറ്റി ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ആയുധമാക്കി മൂർച്ച കൂട്ടുന്ന ഭക്തന്മാർ ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് പകലോർക്കുക, മൂർച്ച കൂടിയാൽ വെറുതെ ഇരിക്കില്ല, ദൈവം തന്നത് പറയേണ്ടി വരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചാൽ 6-ാം അധ്യായം വരെ മറ്റുള്ളവരെ ഒക്കെ കാണുക, മറ്റുള്ളവരുടെ ഒക്കെ കുറ്റം പറയുക. പക്ഷേ ദൈവത്തിന്റെ ദൂതന്റെ കനലെടുത്ത് നാവിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ ദൂത് മാറി. മൂർച്ച കൂടാൻ തുടങ്ങി. മൂർച്ച കൂടിയപ്പോ പിന്നെ ഇവർക്കും കഷ്ടമല്ല എഴുതിയത്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന്. ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ചിലത് പറയാൻ ദൈവം നിന്റെ നാവിനെ മൂർച്ചയുള്ളതാക്കുകയാണ്. ഇന്ന് പകരം എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ചരിത്രത്തിൽ ഇന്നുവരെ സംഭവിക്കാത്തത് സംഭവിക്കുമെന്ന് വിളിച്ചു പറയാൻ ദൈവം ചിലരുടെ നാവിനെ മൂർച്ചയുള്ളതാക്കി മാറ്റുകയാണ്. കർത്താവേ, എന്നെ അതിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? മൂർച്ചയുള്ളതാകുക, ഞാൻ എന്നെ സമർപ്പിക്കുന്നത് പറയാൻ പറ്റുമോ? Praise God. Praise God. മൂർച്ചയുള്ളതായാൽ മറ്റാരും പറയാത്ത ദൂത് വേണം പറയാൻ. മറ്റാരും പറയാൻ ഇഷ്ടപ്പെടാത്ത ചിലത് നീ പറയേണ്ടി വരും. ദുഷ്ടനോട് മരിക്കുമെന്ന് പറയാൻ പറയുമ്പം അതിനകത്തൊരു കോംപ്രമൈസില്ല. മരിക്കുമെന്ന് പറയാൻ അഭിഷേകമുള്ളവനെ പറ്റൂ. പാപത്തെ കണ്ടുകൊണ്ട് ഇത് പാപമാണെന്ന് വിളിച്ചു പറയാൻ അഭിഷിക്തനെ കഴിയൂ. ദൈവം അതിനെ മൂർച്ചയുള്ളതാക്കിയത്. നാവിനെ മൂർച്ചയാക്കി തന്നിട്ടും പലതിനും കൈ കൊടുത്തു പോകാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, കുടുംബത്തിന്റെ അകത്ത് തലമുറ വഴിവിട്ടു പോകുമ്പോൾ, കൂടെയുള്ളവർ റൂട്ട് മാറി ഓടുമ്പോ നിന്റെ നാവിനെ മൂർച്ചയുള്ളതാക്കി ദൈവം നിർത്തിയിട്ടുണ്ടോ? പറയാൻ ധൈര്യപ്പെടുന്നുണ്ടോ? അതോ എനിക്കിവിടെ ജീവിക്കണം അതുകൊണ്ട് പറയില്ല? നോ. ന്യായവിധിയുടെ കരങ്ങൾ വെളിപ്പെടുമ്പോൾ മൂർച്ചയുള്ള ചിലത് പറയാൻ ദൈവം നിന്നെ നിയോഗിച്ച
ചില സ്ഥാനങ്ങളിൽ അഭിഷേകത്തിന്റെ നാവോടെ ചിലതിനെതിരെ വിളിച്ചു പറയാൻ ദൈവമാക്കി വെച്ച ചിലത് മൗനമായിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന് പകൽ വിളിച്ചു പറയുന്നു, നിന്റെ നാവിനെ മൂർച്ചയുള്ളതാക്കിയത് ദൈവത്തിന്റെ പ്രവൃത്തി കാണേണ്ടതിന്, അത് വിളിച്ചു പറയേണ്ടതിന്, ദുഷ്ടനോട് പറയേണ്ട ദൂത് പറയാന്, പാപത്തെ കണ്ടുകൊണ്ട് രസിക്കാനല്ല, കോംപ്രമൈസിനല്ല. നാവ് മൂർച്ചയുള്ളതാണോ? വിളിച്ചു പറയാൻ ധൈര്യപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം. കാട്ടിൽ കിടക്കുന്ന വലിയ മരങ്ങളെ വെട്ടിയെടുത്ത് മനോഹര ഉപകരണങ്ങളാക്കി കൊണ്ടുവരണമെങ്കിൽ മൂർച്ച വേണം. എന്ന് പറഞ്ഞാൽ ആർക്കും കീഴ്പ്പെടാത്ത, പാപത്തിനകത്ത് രസിക്കുന്ന ചിലതിനെയൊക്കെ വാൽമാർട്ട് ചെല്ലുമ്പോഴൊക്കെ കാണാറില്ലേ? ആരിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആരിവരോട് ദൂത് പറയും. ഇന്ന് പകൽ ഒരു ദൂത് ഏറ്റെടുക്കാവൂ. എന്നെ ദൈവം ഈ രാജ്യത്താക്കിയത് എന്റെ മുമ്പിൽ വരുന്ന വ്യക്തിയെ ദൈവരാജ്യത്തിന് വേണ്ടി കൊണ്ടുപോകാൻ മൂർച്ചയുള്ളതാക്കിയതാണ്. നിന്റെ നാവിലൊരു ദൂത് പ്രാർത്ഥനാമുറി തന്നിട്ട് പറയാതിരിക്കുന്ന എന്താ? ആരെയാ ഭയപ്പെടുന്നത്? ദേഹത്തെ കൊന്നിട്ട് ദേഹിയെ ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടുന്നത് നിർത്തിയിട്ട് ദൈവം തന്ന ദൂത് വിളിച്ചു പറഞ്ഞു, നിന്നെ അംഗീകരിക്കുന്നവരധികം ഇല്ലായിരിക്കാം, എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ അംഗീകരിക്കുന്ന ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ട്. നീ കടന്നു പോകുന്ന മേഖലകൾ നിനക്ക് മുൻപേ ദൂതന്റെ സാന്നിധ്യം വെളിപ്പെട്ടിട്ടുണ്ട്. നീ കടന്നു ചെല്ലുമ്പോൾ എന്തും പറയണമെന്ന് ഭാരപ്പെടേണ്ട. തക്ക സമയത്ത് നിന്റെ നാവിനെ മൂർച്ചയുള്ളതാക്കി മാറ്റി ദൈവം ചെടിയെ പണിതെടുക്കാൻ പോകുകയാണ്. പകൽ ഞാൻ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുക. പോസിറ്റീവ് എനർജി ചിലരെ മൂർച്ചയുള്ളവരാക്കി മാറ്റും. അക്കുലാവിന്റെ പ്രിസ്കില്ലയുടെ സ്നേഹപൂർണമായ പെരുമാറ്റം അത് മൂർച്ചയുള്ളതാക്കി. എന്നാൽ ഡൊമീഷ്യന്റെ കരങ്ങൾ ഒരു യോഹന്നാനെ മൂർച്ചയുള്ളവരാക്കി മാറ്റി. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന പോസിറ്റീവും നെഗറ്റീവും എനർജി നമ്മെ മൂർച്ചയുള്ളവരാക്കി മാറ്റാനാണ്. പെന്തക്കോസ്ത് ഒരു അഗ്നിജ്വാലയുടെ പ്രസ്ഥാനമായിരുന്നു. ഇന്നത് തീക്കട്ട കരിമൂടി കിടക്കുക. പറഞ്ഞു നിർത്തട്ടെ. കരിക്കട്ടയുടെ പുറത്ത് മൂടിക്കിടക്കുന്ന ചാരം മാറ്റണമെങ്കിൽ പ്രതികൂലത്തിന്റെ കാറ്റടിപ്പിച്ചേ പറ്റുള്ളൂ. കേരളത്തിന്റെ മൂലയ്ക്കൊക്കെ ആരംഭിച്ചിട്ടുണ്ട്, ഇന്ത്യയിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഈ സൗത്ത് കരോളിനയിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുക. അമേരിക്കയിലും ആ പ്രതിസന്ധിയുടെ കാറ്റടിക്കാൻ പോവുകയാണ്. അകത്ത് കിടക്കുന്ന തീ പുറത്തു വരണമെങ്കിൽ പെന്തക്കോസ്തിന്റെ ആദ്യ പിതാക്കന്മാർ കത്തിച്ചു വെച്ച തീ ഇന്നത് വ്യാപിക്കാൻ കഴിയാതെ പലതിനകത്തും മൂടിയിരിക്കുക. ലഭിച്ച നന്മയ്ക്കകത്തോ സമൃദ്ധിക്കകത്തോ ഒക്കെ ഒതുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ പ്രതിസന്ധിയുടെ കാറ്റ് പുറപ്പെടുമ്പോൾ ചിലതിന്റെ ചാരം മാറി അത് കത്താൻ ആരംഭിക്കുക. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറയാമോ? എന്നിൽ മൂടി കിടക്കുന്ന ആ തീ ഒന്ന് കത്തിക്കണമേ, എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം ഒന്ന് കത്തിക്കണമേ. അതെനിക്ക് മാത്രമല്ല, എന്റെ കുടുംബത്തിന് മാത്രമല്ല, മറ്റു ചിലരെയും കൂടെ മൂർച്ച കൂട്ടുവാൻ, മറ്റു ചിലരെയും കൂടെ രാജ്യത്തിലെത്തിക്കുവാൻ, മറ്റു ചിലരെയും കൂടെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ, മറ്റു ചിലർ കൂടെ സൗഖ്യമാകുവാൻ, എന്റെ
അഭിഷേകം പരിശുദ്ധാത്മാവിന് നിന്റെ മേൽ പകരാനുണ്ട്. എത്ര പേരും അത് ഏറ്റെടുക്കാൻ റെഡിയാ? കർത്താവേ, ചിലതിനെ മൂർച്ചയുള്ളതാക്കാൻ എന്നെ നീ മൂർച്ചയുള്ളതിനാക്കി നന്ദി എന്ന് പറയാൻ പറ്റുമോ? മറ്റു ചിലരെ മൂർച്ചയുള്ളവരാക്കുവാൻ എന്നെ മൂർച്ചയുള്ളതാക്കിയതിന് നന്ദി ഒന്ന് പറയാമോ? ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാമോ? കർത്താവേ, എന്നെ നീ മൂർച്ചയുള്ളവളാക്കി മാറ്റണമേ. ചിലതിനെ മുറിക്കുവാൻ നിനക്കേ പറ്റൂ. ചിലതിനെ ദൈവസന്നിധി കൊണ്ടുവരാൻ നിനക്കേ പറ്റൂ. ചിലതിനെ പ്രാർത്ഥനാമുറിയിൽ എത്തിക്കാൻ നിനക്കേ പറ്റൂ. സഹോദരിമാരെ, നാം ഒരു സാധാരണ ശക്തിയല്ല. ഈ ബോംബെന്ന് പറയുന്ന സാധനം എവിടെയും വീണാൽ അത് എല്ലാവരും അറിയും. പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നതോടെ പറയട്ടെ, അതൊരിടത്ത് ചുമ്മാ കൊണ്ട് വെച്ചാൽ അത് ബോംബാവത്തില്ല. ബോംബെന്ന് പറഞ്ഞ സാധനം പൊട്ടിയാലേ ബോംബാവുള്ളൂ. സുവിശേഷത്തിന്റെ ഓരോ ബോംബ ഓരോ കസേരയിൽ അത് പൊട്ടാൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നീ ചെന്ന സ്ഥലത്ത് അത് പൊട്ടണം. നീ ചെന്ന സ്ഥലത്ത് അത് പൊട്ടണം. റെഡിയാണോ പൊട്ടാൻ? ഞാൻ പൊട്ടിക്കോട്ടെ, പക്ഷേ ചിലതിനകത്ത് വരണം. ദൈവസഭയ്ക്കകത്ത് ചിലതിനെ കൊണ്ടുവരാൻ എന്നെ പൊട്ടിക്കാൻ റെഡിയാണോ? പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്തിൽ ഒന്ന് പൊട്ടാൻ റെഡിയാണോ? എന്നെ ഒരു സ്ഥലത്ത് ദൈവം എടുത്തെറിഞ്ഞാൽ ഒരു തീ പോലെ ഞാൻ ജ്വലിക്കും. പറയാൻ പറ്റുമോ? നാവിൽ നിന്നൊരു വാക്ക് പുറപ്പെട്ടാൽ മതി. ചിലത് കത്തുന്നത് കാണാം, ചിലത് കരയുന്നത് കാണാം, ചിലത് ആത്മാവിൽ തുള്ളി നൃത്തം ചെയ്യുന്നത് കാണാം. ഇന്ന് പകലത് ഏറ്റെടുത്തത് പുറത്തു വരാൻ റെഡിയാണ്. ഊർച്ചയുള്ളൊരു ദൂത് തന്നിട്ട് അവരെ ഇവരെ പേടിച്ച് പൊതിഞ്ഞു കെട്ടി വെക്കല്ലേ. ദൈവം തന്ന ദൂത് സമയം നോക്കാതെ പറഞ്ഞോണം. അർദ്ധരാത്രിയിലും പറഞ്ഞോണം. ദൈവം അനുവദിക്കുന്ന സമയത്ത് ഇറങ്ങി പറഞ്ഞോണം. ഭ്രാന്തനാണെന്നൊക്കെ തോന്നും, ഭ്രാന്തിയാൻ തോന്നും, പക്ഷേ ദൂത് തന്നവൻ ദൈവമാണെങ്കിൽ അത് തെളിയിക്കാൻ, അത് തെളിയിക്കാൻ, അത് തെളിയിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥലത്ത് എഴുന്നേറ്റിരിക്കാം. കർത്താവേ, എന്നെ ഞാൻ ഈ ദൂതിന്റെ മുമ്പിൽ സമർപ്പിക്കുക. എനിക്ക് എന്റെ മൂർച്ചയൊന്ന് കൂട്ടണം. ഇന്ന് വാസ്തവമായി ദൈവത്തോടൊന്ന് പറ, കർത്താവേ, എന്റെ മൂർച്ചയൊന്ന് കൂട്ടാൻ, എന്റെ മൂർച്ചയൊന്ന് കൂട്ടാൻ ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ വായിൽ നിന്നൊരു വാക്ക് അഭിഷേകമില്ലാത്തത് പുറത്തു വരാതിരിക്കാൻ, എന്റെ തലമുറയുടെ അനുഗ്രഹത്തിന് തടസ്സമായ ഒരു വാക്കോ പ്രവൃത്തിയോ എന്നിൽ നിന്നോ എന്റെ വീട്ടിൽ നിന്നോ പുറത്തു വരാതിരിപ്പാൻ. കർത്താവേ, ഞങ്ങൾ സ്നേഹിച്ച് വളർത്തിയ തലമുറകൾ വഴിവിട്ടു പോകുമ്പോൾ അവർക്കൊരു ദോഷം വരാതെ പ്രാർത്ഥനാമുറിയിലേക്ക് എന്നെ ഒന്ന് ചലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാവോ? ദൈവം നിന്റെ തലമുറയെ മൂർച്ചയുള്ളതാക്കി മാറ്റാൻ, നിന്റെ തലമുറ ചെല്ലുന്നിടത്ത് ചിലതിനെ അത് മുറിച്ചുകൊണ്ട് വരാൻ പോകുകയാണ്. ദൈവസഭകളിൽ ആത്മാക്കളെ കൊണ്ട് നിറയേണ്ടതിന് മുറിക്കുവാൻ ദൈവം ചിലതിനെ അയക്കുകയാ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചു പറയുന്നു, ഇതിനകത്ത് ചിലതിനെ മൂർച്ചയോടെ രാജ്യങ്ങളിലേക്ക് അയക്കാൻ പോകുകയാ. ഈ രാജ്യത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒരു അഭിഷേകമല്ല, മൂർച്ച കൂടിയ ചിലത് ഇതിന് പുറപ്പെടാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. വിശ്വാസം ഉണ്ടെങ്കിൽ ദൂത് ഏറ്റെടുത്ത് നന്ദി പറഞ്ഞു. കർത്താവേ, എന്നെ ഒന്ന് മൂർച്ച കൂട്ടണമേ. എന്റെ കുടുംബത്തിനൊരു മൂർച്ച കൂട്ടണമേ. എന്റെ തലമുറയെ ഒന്ന് മൂർച്ചയുള്ളവരാക്കണമേ. ഞാൻ അവരെ വളർത്തുന്നത് നിനക്ക് വേണ്ടി മൂർച്ചയുള്ള ആയുധമാകാനാ. ഒന്ന് സമർപ്പിക്കുക ദൈവമക്കളെ. പ്രാർത്ഥനാമുറിയിൽ അവരെ കൺട്രോൾ ചെയ്യാമെങ്കിൽ അവര് വഴിതെറ്റി പോകില്ല. പ്രാർത്ഥനാമുറിയിൽ ഡിസൈൻ ചെയ്യുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർ വഴിതെറ്റി പോകില്ല. കർത്താവേ, എന്നെ ഒന്ന് മൂർച്ചയുള്ളവളാക്കണമേ. എന്നെ ഒന്ന് മൂർച്ചപ്പെടുത്തണമേ. മറ്റു ചിലരെ മൂർച്ചയുണ്ടാക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ. എന്നാൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ചില കരങ്ങൾ ദൈവം അനുവദിച്ചത് നിന്നെ മൂർച്ചയുള്ളതാക്കാൻ. നിനക്ക് ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതോ ആയ ആ പ്രതിസന്ധി, ആ രോഗം, ആ വേദന, ആ കടഭാരം, ആ സാമ്പത്തിക പ്രതിസന്ധി, ആ കുത്തുവാക്കുകൾ നിന്നെ മൂർച്ചയുള്ളതാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽ വിശ്വസിച്ചോ,
ഞാൻ മൂർച്ചയുള്ളവളായി പുറത്തു വരും. മറ്റാരും സഹിപ്പാൻ ഇഷ്ടപ്പെടാത്ത ചിലത് ഞാൻ സഹിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ചരിത്രത്തിന്റെ താളുകളിൽ എന്റെ പേര് കുറിക്കത്തക്ക നിലയിൽ എന്റെ തലമുറയ്ക്ക് ഞാനൊരു അനുഗ്രഹമാകേണ്ടതിന് എന്നെ ഈ മൂർച്ചയുള്ള പണിയിലൂടെ കടത്തിവിടുന്നതിന് നന്ദി എന്ന് പറയാമോ? ഇന്ന് പകൽ സമർപ്പിക്കാൻ താല്പര്യമുണ്ടോ? സമർപ്പിക്കാൻ താല്പര്യമുണ്ടോ? കർത്താവേ, എന്നെ മൂർച്ചയുള്ളവളാക്കണമേ, എന്റെ മൂർച്ചയെ വർദ്ധിപ്പിക്കണമേ, ഞാൻ മുഖാന്തരം ചിലർ മൂർച്ചയുള്ളവരായി മാറട്ടെ. അങ്ങനെ ഒരു സമർപ്പണമുള്ളവർക്ക് തങ്ങളുടെ കാര്യങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ ഉയർത്താം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എനിക്ക് എന്റെ തലമുറയെ ദൈവസന്നിധിയിൽ കൊണ്ടെത്തിക്കണം. ഒരുപാട് പേരെ നേടിയില്ലെങ്കിലും ഞാനും എന്റെ തലമുറയെ നിത്യതയിൽ കാണണം. എന്റെ ഉദരത്തിൽ ചുമക്കാൻ തന്ന കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം നിത്യതയിൽ കാണണം. അതിനെന്നെ സഹായിക്കണമേ, അതിനുള്ള മൂർച്ച എന്റെ നാവിൽ തരണമേ എന്ന് ദൈവത്തോട് പറയാം. പരിശുദ്ധാത്മാവ് ദൂത് തരുമ്പോൾ ഞാനത് പറഞ്ഞോളാമെന്ന് സമർപ്പിച്ചോ. ദൈവം നിന്റെ കരത്തെ തൊടാൻ പോകുകയാണ്. ലോകത്തിലെ ഉന്നതന്മ നിനക്കെതിരെ എഴുന്നേറ്റാൽ അതിനു മുകളിൽ ജാഗരിക്കുന്ന ഒരു അത്യുന്നതനുണ്ട്. മറക്കണ്ട, നിന്നെ തകർക്കാൻ ഒരു ശക്തിക്ക് കഴിയില്ല. ലോകത്തിലെ ഒരു ശക്തിക്കും, പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുക, ഒരു ശക്തിക്കും നിന്നെ തകർക്കാൻ കഴിയില്ല. ഇന്ന് മകൻ വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിന്നെ തകർക്കാൻ പരിശുദ്ധാത്മാവിന് പകരം അങ്ങനെ തന്നെ പറയുക. ഇല്ല, തൊടാൻ കഴിയില്ല, തൊടാൻ കഴിയില്ല. കരങ്ങളെ ഉയർത്തിയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ശുശ്രൂഷയെ തൊടാൻ ആർക്കും കഴിയില്ല. ഇന്ന് പകൽ വിശ്വാസമുണ്ടോ? ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെറുതോ വലുതോ ആകട്ടെ, എന്നെ ഈ കോൺഫറൻസിൽ കൊണ്ടുവന്ന ദൈവമാണ്. എത്ര പേർക്ക് പറയാൻ പറ്റും? എന്റെ അകത്തൊളിഞ്ഞു കിടക്കുന്ന ചിലതിന്റെ ചാരം മാറ്റി, അകത്ത് കിടക്കുന്ന ചിലതിന്റെ ചാരം ഊതിക്കളഞ്ഞ് എന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ഞാൻ ചെല്ലുന്നതിനെ കത്താൻ പോകുക. അതെ, അഭിഷേകത്തിന്റെ തീ നിന്നിലേക്ക് വ്യാപരിക്കുക. നീ വർഷങ്ങളായി ബന്ധിക്കപ്പെട്ടതുപോലെ, പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, വർഷങ്ങളായി ബന്ധിക്കപ്പെട്ടതുപോലെ, തടവറയിൽ കിടക്കുന്നത് പോലെ, ലഭിച്ച ദൂത് പുറത്തു പറയാൻ പോലും കഴിയാതെ അകത്തളങ്ങളിൽ ഞെരുക്കം അനുഭവിക്കുന്ന ദൈവദാസി, നിന്റെ ശുശ്രൂഷയ്ക്ക് മൂർച്ച കൂട്ടാനാ നിന്നെ അതിനകത്തിട്ടത്. ആ തടവറയിൽ നിന്റെ ശബ്ദം ഉയരുന്നില്ലെങ്കിലും നീ പുറത്തു വരാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആ ദൂതിന്റെ പകൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തോട് ആഴടിപ്പിക്കുക. നിന്നെ അകത്ത് ഒതുക്കി നിർത്താമെന്നും, മനുഷ്യൻ വരച്ച സർക്കിളിനകത്ത് നിന്നെ ഒതുക്കാമെന്നും, നിന്റെ രഹസ്യ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കാമെന്നൊക്കെ പിശാച് ചിന്തിച്ചെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, നിനക്ക് ചുറ്റും നീ മതിൽ നിൽക്കുകയാണ്. വിശ്വസിക്ക
പ്രാർത്ഥിക്കാൻ പോകുക. എന്റെ സമയം തീർന്നു. പ്രിയ കർത്താവേ, കരങ്ങളെ ഉയർത്തി സമർപ്പിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ തലമുറയിൽ ഞങ്ങളെ ശക്തിയേറിയ മൂർച്ചയുള്ള ആയുധങ്ങളാക്കി മാറ്റണമേ. ഞങ്ങൾ മൂലം ചിലർ മൂർച്ചയുള്ളവരാകട്ടെ. ഞങ്ങളിൽ പകർന്ന അഭിഷേകം ഒന്ന് വ്യാപരിക്കട്ടെ. അത് ഈ രാജ്യത്ത് വട്ടം കറങ്ങാനല്ല, ചില രാജ്യങ്ങൾക്കപ്പുറത്ത് തീ പോലെ അതേ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ വ്യാപാരം ചില രാജ്യങ്ങളെ കീഴടക്കാൻ ഞങ്ങളുടെ നാവിലൂടെ, ഞങ്ങളുടെ തലമുറയിലൂടെ വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കണം. ഞങ്ങൾക്ക് തന്ന പ്രതിസന്ധികൾ, ഞങ്ങൾക്ക് തന്ന വേദനകളെല്ലാം ഞങ്ങളെ മൂർച്ചയുള്ളവരാക്കി മാറ്റണം. ഈ പെന്തക്കോസ്തിന്റെ അഗ്നി അത് കെട്ടുപോകാതെ പ്രതികൂല കാറ്റുകൊണ്ട് നീ അതിനെ കത്തിക്കുന്നതിനായി സ്തോത്രം. അത് ഞങ്ങളുടെ പുറത്തേക്ക് വരട്ടെ. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ ഈ രാജ്യത്ത് നീ കൊണ്ടുവന്നു. അവരുടെ അകത്തൊരു അഭിഷേകം നൽകിയിട്ടുണ്ട്. പുറത്തു കൊണ്ടുവരുവാൻ കഴിയാതെ തിങ്ങി വിങ്ങുന്ന ചിലതിനകത്ത് നിൽപ്പുണ്ടല്ലോ, അവയെ ശക്തിയുള്ളവയാക്കി പുറത്തു കൊണ്ടുവന്നാട്ടെ. 2015 അവരുടെ ശുശ്രൂഷയുടെ അതിരുകളെ വിശാലമാക്കുന്ന വർഷമായി തീരട്ടെ. അവരുടെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ താളം തട്ടി കിടക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാനുള്ള അസാധാരണ അഭിഷേകം വെളിപ്പെടുന്ന വർഷമാക്കി മാറ്റണമേ. ശക്തികൾ പരാജയപ്പെടട്ടെ. പാരമ്പര്യ ശക്തികളെ ഞങ്ങൾ ആത്മാവിൽ ശാസിക്കുകയാണ്. ദുഷ്ടൻ കുടുംബങ്ങൾക്കെതിരെ കെട്ടിവെച്ച കെട്ടുകൾ അഴിയട്ടെ. രോഗബന്ധനങ്ങൾ, മാരക രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവ സൗഖ്യമാകട്ടെ. അങ്ങയുടെ നാമത്തെ ഉയർത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു നിയോഗവും കൂടെ തരുന്നു. ഈ മഹായോഗം പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും പ്രത്യേകമായ വിഷയമുണ്ടെങ്കിൽ, ഞാനൊരു രോഗിയാണ്, എൻ്റെ രോഗത്തിന് ഡോക്ടർമാർ ഇനി യാതൊരു രക്ഷയുമില്ലെന്ന് പറഞ്ഞു വിട്ടതാ, പക്ഷേ എന്നെ സൗഖ്യമാക്കാൻ ദൈവത്തിന്റെ കരം ചലിക്കും. അങ്ങനെ വിശ്വാസമുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ മുൻപോട്ട് വരേണ്ട, കൈയൊന്ന് ഉയർത്താമോ? ഈ യോഗം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടിയ. യെസ്, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് ചില മാരക രോഗങ്ങളുടെ വിടുതൽ നടക്കാൻ പോകുക. ദൈവജനം ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? കരങ്ങളെ കോർത്തൊന്ന് പ്രാർത്ഥിക്കാമോ? തൊട്ടടുത്ത് നിൽക്കുന്നവർ കരങ്ങളെ ഒന്ന് കോർത്ത് പ്രാർത്ഥിക്കാമോ? ദൈവം ഒരു വിടുതലയക്കുന്ന പകലാണിത്. പരിശുദ്ധാത്മാവിന് ചില തൊടുന്ന പകലാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ചില കുടുംബങ്ങളുടെ അകത്ത് വെളിപ്പെടും. നമ്മുടെ വീടിനകത്ത് കിടക്കുന്ന ചില രോഗികളെ ഓർമ്മയുണ്ടോ? അവർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചോ? ദൈവം എന്നൊരു അഭിഷേകം വ്യാപരിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ദാസിമാരായ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ, ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രോഗവൈദ്യന്മാർ നോ എന്ന് പറഞ്ഞത് യേശു പറയാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തെ ഇപ്പോൾ, അതെ ഇപ്പോൾ ഞങ്ങൾ അധികാരമുള്ളവരുടെ നാമത്തിൽ ചോദിച്ചു സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടിയതിനായി സ്തോത്രം. കർത്താവേ, നീ അത്ഭുതം ചെയ്തുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഇങ്ങനെ അവസരം ഒരുക്കിയ പ്രിയപ്പെട്ടവരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മോടുകൂടെ ഇതുവരെയും കർത്താവിൻ്റെ ദാസിൽ കൂടെ നല്ല ആലോചന തരുവാൻ തക്കോണം കർത്താവ് ദാസി അയച്ചതിനായിട്ട് നമുക്ക് ദൈവത്തെ, ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. സമയം കൂടുതൽ പോയതിനാൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യം കൂടെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓൾറെഡി ടൈം നമ്മൾ പിരിയേണ്ട ടൈമായി. എന്നാൽ സ്തോത്രാഴ്ചയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പിന്നെ നമുക്ക് പിരിയാനുള്ള ടൈമാകും. ഇന്ന് കർത്താവിൻ്റെ ദാസി പറഞ്ഞത്, ഐ തിങ്ക് the girl, two people doesn't follow the Malayalam. She was speaking about from Proverb 27:17. You can go home and read it and
let God deal you with these words. It says, iron shapes iron, so one man shaped another. Iron shapes iron, one man shapes iron. One man shapes another. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, മനുഷ്യനെ മൂർച്ച കൂട്ടുന്നു. സോ നമ്മൾക്ക് ജീവിതത്തിൽ നമ്മളെ മൂർച്ചപ്പെടുത്തുന്നതായിട്ടുള്ള, ഹേർട്ട് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും ആരെങ്കിലും കർത്താവിൻ്റെ ദാസി പറഞ്ഞതിൻ്റെ ചുരുക്കം ഒരു വേർഡിൽ പറയാണ്, എന്തെങ്കിലും നമ്മളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ നമ്മളിൽ ചെയ്താൽ, നമ്മളെ പാട്ടുകാരൻ പറയുന്നത് പോലെ നമ്മെ മെനഞ്ഞെടുത്ത് നല്ല പൊന്നാക്കുവാനാണ് നമുക്ക് വരുന്ന മറ്റുള്ളവരിൽ നിന്ന് ഹേർട്ട് വരുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ നമ്മളെ ഹേർട്ട് ചെയ്തല്ലോ എന്ന്. എന്തിനെ? നമ്മളെ ഒന്നുകൂടി മൂർച്ചപ്പെടുത്തുവാൻ. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്തതായിട്ട് പാട്ടുപാടി സ്തോത്രാഴ്ച എടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി സ്തോത്രാഴ്ച പാട്ടിന് വേണ്ടി ബെനീറ്റ ജോൺസിനെ വിളിക്കുന്നു. ബെനീറ്റ ജോൺസ്, when she sing, we're going to take the offering, and after that for the offering prayer, Mariamma പാൽക്കട്ട് മറിയാമ്മ പാൽക്കട്ട് വന്നിട്ടുണ്ടോ? ഓക്കെ. സോ ഈ ഓഫറിങ് കഴിഞ്ഞാൽ ഉടനെ ഓഫറിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഇനി വിളിക്കാനായിട്ട് വരില്ല. സോ ലെറ്റ്സ് സിംഗ് ദ സോങ് ആൻഡ് ടേക്ക് ദ ഓഫറിങ്. നീ മാത്രം മതിയായവൻ. എന്നേശുവേ എൻ രക്ഷകാ, നീ മാത്രം മതിയായവൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ലേ ഭൂവിൽ മിത്രമായി. മറ്റാരെയും ഞാൻ കാണുന്നില്ലേ ഭൂവിൽ മിത്രമായി. ഒന്നു മാത്രം ഞാൻ അറിയുന്നു, ആരെ ഞാൻ വിശ്വസിക്കുന്നു. നീ എന്നുപനിധി അന്ത്യം വരെയും സൂക്ഷിപ്പാൻ ശക്തനും. നീ എന്നുപനിധി അന്ത്യം വരെയും സൂക്ഷിപ്പാൻ ശക്തനും. ഇന്നുള്ള വേദന ശോധനയിൽ കണ്ണുകൾ നിറയുമ്പോൾ
സൂക്ഷിപ്പാൻ ശക്തനും ഒന്നു മാത്രം ഞാൻ അറിയുന്നു, ആരെ ഞാൻ വിശ്വസിക്കുന്നു. നീ എന്നുപനിധി അന്ത്യം വരെയും സൂക്ഷിപ്പാൻ ശക്തനും. നീ എന്നുപനിധി അന്ത്യം വരെയും സൂക്ഷിപ്പാൻ ശക്തനും. ഈ സമയത്ത് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ പോകാൻ നമുക്ക് ഒത്തിരി നേരം ഇവിടെ ഇരുന്നു കൊണ്ട് പാടുവാനും പ്രാർത്ഥിക്കാനും ആത്മാവിലാകാനും ശക്തി പ്രാപിക്കാനും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ടൈം ഈസ് ലിമിറ്റ്. സോ നമുക്ക് വി ഹാവ് ടു ലീവ് ദിസ് പ്ലേസ്. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാൻ വേണ്ടി ഞാൻ പൊന്നമ്മ ജോൺ ഫ്രം സൗത്ത് കരോളിന, ഇവിടെ ഈ ലോക്കലിൽ തന്നെ ഉള്ള കർത്തദാസിയെ അത് അവസാനം പ്രാർത്ഥിച്ച് അത് ബെനഡിക്ഷൻ പറയാൻ വേണ്ടി വിളിക്കുന്നു. പൊന്നമ്മ ജോൺ. ഓ ഓക്കെ, പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിലയേറിയ പകൽ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ എത്രത്തോളം നിന്റെ കൃപയിൽ ഞങ്ങളെ ഇരുത്തിയല്ലോ, പാടി സ്തുതിപ്പാൻ കൃപ തന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഹന്നെ പോലെ ഹല്ലേലൂയ പ്രാർത്ഥനാ മുറിയിൽ അനേക ജീവിതങ്ങളെ ശമൂവേൽമാരെ വാർത്തെടുക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകള്, പ്രയാസങ്ങള്, നിന്ദകള്, പരിഹാസങ്ങള്, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിലെ ആത്മീയമായിട്ട് മൂർച്ച കൂട്ടുന്നതായിരിക്കാല് കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഐക്യതയോടുകൂടെ സ്നേഹത്തോടുകൂടെ കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ അന്യോന്യം ക്ഷമിപ്പാൻ സഹിപ്പാൻ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠം എണ്ണുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരുമാറാകണം. ഈ സമയത്ത് കർത്താവെ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എടുത്ത സ്തോത്രാഴ്ചയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടുവാന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. എന്നല്ല ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ, എല്ലാ ദാനങ്ങൾക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിലെ താഴ്മയായിട്ട് വിഷയം. ഈ സമയത്ത് ഞാൻ 3 പേരുടെ പേര് വിളിക്കും. അവർ 3 പേരെയും ഈ സ്റ്റേജിലേക്ക് കടന്നു വരാൻ ഞാൻ പറയുന്നു. എല്ലാവരുടെയും പേര് വിളിച്ച് സ്റ്റേജിൽ വിളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ 3 പേരെ ഞാൻ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു. കൺവീനിയർ ഗ്രേസ് ജോൺ, സെക്രട്ടറി ജിജി വർഗീസ്, ട്രഷറർ പ്രിയ ഏബ്രഹാം. 3 പേരും ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് നിൽക്കാൻ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പല സ്റ്റേറ്റുകളിലായി പല സ്ഥലങ്ങളിലായിരുന്ന സഹോദരിമാരായ അടിയങ്ങൾക്ക് അങ്ങയുടെ പാദപീഠം ചേർന്ന് വരുവാനും അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് സഹായിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ലീഡ് ചെയ്യുവാൻ നിൻ്റെ ദാസിയെ ബലപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം. പാട്ടുപാടുവാനും പ്രാർത്ഥിപ്പാനും നിൻ്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം. കർത്താവിൻ്റെ വചനം ശക്തമായി സംസാരിപ്പാൻ കർത്താവെ അങ്ങയുടെ ദാസിയെ നീ ബലപ്പെടുത്തിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവിന് വേണ്ടി അടിയങ്ങൾ പ്രയോജനപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ അങ്ങയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുവാൻ, ദൈവത്താൽ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട പിൻതലമുറയെ കണ്ട് ഞങ്ങൾ നല്ല അന്തം പ്രാപിക്കേണ്ടതിന് വേണ്ടി ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങയുടെ പാദപീഠം ചേർന്ന് കർത്താവെ അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് സഹായിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന്
ഇന്ന് പൽക്കാലം അങ്ങയെ ഉയർത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ട് സ്തോത്രം. കർത്താവെ, കൃപയ്ക്കുള്ളിൽ അടിയങ്ങളെ എല്ലാവരെയും മറയ്ക്കണമേ. കടന്നു പോകുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവ് വരയ്ക്കണമേ. എല്ലാ കൂട്ടങ്ങളിലും അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ സഹവാസവും ഉണ്ടായിരിക്കണമേ. കർത്താവ് തന്നെ ഉയർത്തപ്പെടുവാൻ കർത്താവെ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കണം. കൃപയ്ക്കുള്ളിൽ മറയ്ക്കണം. വരവിന് വേണ്ടി അടിയങ്ങളെ ഒരുക്കുമാറാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഈ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഭൂലോകമെന്നുള്ള സകല വിശുദ്ധന്മാരോടും കൂടി കർത്താവെ ഈ കോൺഫറൻസിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും മാന്യ സ്ത്രീകളാണ്, അല്ലേ? മാന്യ സ്ത്രീകളായിട്ടുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ കർത്താവിൻ്റെ വയൽപ്രദേശത്ത് ഒന്നില്ലെങ്കിൽ വേറൊരു തരത്തിൽ അധ്വാനിക്കുന്നവരാണ് ദൈവത്തിന് മാന്യ സ്ത്രീകൾ, ലീഡിങ് വുമൺ. അതിനുവേണ്ടി ആധാരമാക്കി ഒരു വേദഭാഗം വായിക്കാം. അപ്പസ്തോല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ആക്ട്സ് ഓഫ് അപ്പസ്റ്റോൾസ് 17:4. ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു. പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. മാന്യ സ്ത്രീകള് പൗലോസിനോടും സീലാസിനോടും ചേർന്നു. അപ്പോൾ ഇവിടെ പല പൗലോസുണ്ട്, ഇവിടെ പല സീലാസുണ്ട്, ഇവിടെ പല സഹോദരന്മാര് ഈ അറൗണ്ട് എവ്രിവെയർ ഇൻ ദിസ് ബിൽഡിങ് അവരോട് കൂടെ യോജിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടുന്നവരാണ് നാം ഓരോരുത്തരും. ഇവിടെ പ്രത്യേകിച്ച് ഇവരെ 3 പേരെ വിളിക്കാൻ ഇവിടെ ഇവിടുത്തെ കൺവീനറുടെ വൈഫ്, കൺവീനർ, സെക്രട്ടറി, ട്രഷറർ, അവർ മാന്യ സ്ത്രീകൾ. നമ്മളും അവരെ 3 പേരെ വിളിക്കുന്നതിൻ്റെ കാര്യം അവർ മാന്യ സ്ത്രീകൾ and also leading women. In English it says, and some of them were persuaded and joined Paul and Silas along with the large number of the God-fearing Greeks and number of leading women. Paul ലീഡിങ് വുമണ് മറ്റ് പൗലോസിനോടും സീലാസ്, അതിന് ഒത്തിരി വായിക്കാനുണ്ട്, സീലാസിനോടും കൂടെ ചേർന്ന് നിന്നവരാണ്. അതിൽ മലയാളത്തിൽ മാന്യ സ്ത്രീകളെന്നും ഇംഗ്ലീഷിൽ ലീഡിങ് വുമൺ എന്നും പറയുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അവരെ നമുക്ക് വെൽക്കം ചെയ്യാം. അവരെ ഇങ്ങോട്ട് നിന്ന് നിങ്ങൾ ഹസ്ബൻഡിനെയൊക്കെ സപ്പോർട്ട് ചെയ്തതിനും ഒത്തിരി ഇവിടോട്ട് നിന്ന് അവർക്ക് ജസ്റ്റ് ലെറ്റ് ഗിവ് എ ഹാൻഡ് ഫോർ ദം. And where is Priya? I don't know. Priya is busy with the children. Okay, so നമുക്കിപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും കൂടുതൽ കർത്തർദാസ് പറയുന്നതുപോലെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. ദൈവത്തിന് അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവായേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവായേ, മനസ്സലി ഉടയ മഹോന്നത പരനെ വന്നേനോ നിനക്കാമേൻ. മനസ്സ